ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഇന്ദ്രയും അസുരയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ ഇന്ദ്രയും അസുരയെ പറ്റി പറയുന്നതിന് മുമ്പ് ഹാഗറോമയെ പറ്റിയുള്ള ചെറിയൊരു സ്റ്റോറി ഇവിടെ നോക്കാം. ഹാഗറോമ അവരുടെ അമ്മയായിട്ടുള്ള കാഗയുടെ കൂടെ ഉണ്ടായ ഫൈറ്റിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളൊക്കെ ഡാമേജ് ആയി പോയി. അങ്ങനെ ഇവിടെ ഹാഗറോമയാണെങ്കിൽ താൻ കാരണമുണ്ടായ പ്രശ്നങ്ങളൊക്കെ പഴയതുപോലെ ശരിയാക്കാൻ വേണ്ടി ഓരോ നാട്ടിലേക്കായി പോകാൻ വേണ്ടി തുടങ്ങും. ഇവിടെ ആദ്യം തന്നെ ഹാഗറോമ എത്തിയത് ഒരു ബ്രിഡ്ജിനടുത്തായിരുന്നു. അങ്ങനെ ഹാഗറോമയാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജൊക്കെ ശരിയാക്കുന്ന സമയത്താണ് ആ ഒരു ബ്രിഡ്ജ് പൊളിഞ്ഞത് കൊണ്ട് തന്നെ അത് വെച്ച് ലാഭമുണ്ടാക്കിയ ഒരുത്തൻ ഉണ്ടായിരുന്നു. അവൻ ഹാഗറോമയെ തടയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഹാഗറോമയാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് അവൻ കണ്ട് ഹാഗറോമയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ രണ്ടുപേരും കഷ്ടപ്പെട്ട് ആ ഒരു പാലം പഴയതുപോലെ റെഡിയാക്കുന്നു. അങ്ങനെ അവിടെയുണ്ടായ എല്ലാവരും ഹാപ്പി ആകുന്നു. അങ്ങനെ അവനും മനസ്സിലാകും ഇതാണ് ശരിയായ ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കി ഹാഗറോമയോട് ഞാനും ഇനി നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഹാഗറോമ ഓരോ സ്ഥലത്ത് പോയി അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയും തന്റെ ഈ രീതികളൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ തന്റെ കൂട്ടത്തിൽ ചേരുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ കൂടെ വന്ന എല്ലാവർക്കും ഹാഗറോമക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മുടെ ഹാഗറോമോ ആ ഒരു 10 ടെയിൽ ബീസ്റ്റിനെ 9 ബീസ്റ്റുകളായി തിരിച്ച് അവരെ ഓരോ ലാൻഡിലേക്കായിട്ട് അയക്കുന്നു. ഈ ഒരു ടെയിൽ ബീസ്റ്റിനൊക്കെ എന്തിനാണ് അവിടെ അയക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹാഗറോമയുടെ 2 കുട്ടികളെ കാണിക്കുന്നത്, ഇന്ദ്ര ആൻഡ് അസുര. ഇവരുടെ ചെറുപ്പത്തിൽ തന്നെ അസുരയേക്കാൾ പവർഫുൾ ആയിട്ട് ഇവിടെ ഇന്ദ്രയാണ് കാണിച്ചു തന്നത്. എന്നാൽ നമ്മുടെ അസുരയാണെങ്കിൽ നമ്മുടെ നറൂട്ടോയെ പോലെ ഒരു ഫൺ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് ഇവിടെ കാണിച്ചു തന്നത്. അതായത് എപ്പോഴും ജോളി ആയിട്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇന്ദ്രയും അസുരയും തമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇന്ദ്രയോട് ആരോ ഒരാൾ സംസാരിക്കുന്നതായി ഇന്ദ്രയ്ക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഇത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് സെഡ്സോ ആണ്. നിനക്ക് നിന്റെ യഥാർത്ഥ പവേഴ്സ് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇന്ദ്രയോട് പറയാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇന്ദ്രക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകാതെ വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞാണ് ഇന്ദ്ര ആ ഒരു ഹാൻഡ് സൈൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ കാഗുയും അതുപോലെ ഹാഗറോമയൊക്കെ ഒട്ടുട്സുഗി ക്ലാനിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഈ ഒരു പവേഴ്സ് ഒക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യാം. എന്നാൽ നമ്മുടെ ഇന്ദ്രയും അസുരയൊക്കെ ആണെങ്കിൽ അവർ ഹ്യൂമൻ ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പവർ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ പവർ ഉപയോഗിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് ഈ ഒരു ഹാൻഡ് സൈൻസ്. അങ്ങനെ ഇന്ദ്ര ഇത് കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ നടക്കുന്ന സമയത്തും നമ്മുടെ ബ്ലാക്ക് സെഡ്സോ ആണെങ്കിൽ മറ്റൊരു സൈഡിൽ നിന്നും ഇന്ദ്രയെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അസുരയാണെങ്കിൽ തന്റെ ഫ്രണ്ടിന്റെ കൂടെ കളിക്കുന്ന സമയത്താണ് ഒരു കാട്ടുപന്നി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു കാട്ടുപന്നിയാണെങ്കിൽ നമ്മുടെ അസുരയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. ഈ സമയം നമ്മുടെ അസുര ആ ഒരു ഹാൻഡ് സൈൻസ് വെച്ച് തന്റെ പവർ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചത് കൊണ്ട് തന്നെ തനിക്ക് അതൊന്നും യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു കാട്ടുപന്നിയാണെങ്കിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു സമയത്ത് തന്റെ കൂടെ ഉണ്ടായ ആ ഒരു പട്ടിക്കുട്ടി അതിനിടയിൽ വരികയും ആ ഒരു പട്ടിക്കുട്ടി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സമയത്താണ് ഇന്ദ്ര തന്റെ സഹോദരൻ എന്തോ ഒരു ആപത്തുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഓടിയെത്തി ആ ഒരു കാട്ടുപന്നിയെ കൊല്ലുന്നു. എന്നാൽ ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്റെ സഹോദരന് എന്തോ ആപത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ദ്രയുടെ ആ ഒരു ഷെറിംഗൺ ആക്ടിവേറ്റ് ആകുന്നു. അങ്ങനെ ഇത് കാണുന്ന ആ ഒരു ബ്ലാക്ക് സെഡ്സോ ആണെങ്കിൽ ഈ ഷെറിംഗൺ തന്നത് തന്നെ ഞാനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് പോകെ പോകെ ഇന്ദ്രയുടെ സ്വഭാവങ്ങളൊക്കെ പതിയെ മാറാൻ വേണ്ടി തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഇന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. അതായത് ജസ്റ്റ് മറ്റുള്ളവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തിലും വളരെ ദേഷ്യത്തിൽ ഒരു എനിമി എന്ന രീതിയിലാണ് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാണ് ഇന്ദ്രയെ വെച്ച് നോക്കുമ്പോൾ അസുര വീക്കാണെന്നും അതുപോലെ ഇന്ദ്രയുടെ ക്യാരക്ടർ കുറച്ച് മോശമായിട്ടാണ് വരുന്നതെന്നും അവിടെയുണ്ടായ ആൾക്കാർ പരസ്പരം പറയുന്നത് നമ്മുടെ അസുര കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ അസുരയാണെങ്കിൽ ഇന്ദ്രയുടെ അടുത്തെത്തി ബ്രദർ, നിങ്ങൾ മറ്റുള്ളവരോട് കുറച്ച് ദേഷ്യത്തിലാണ് പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ ഇന്ദ്രയാണെങ്കിൽ അത് കേൾക്കാതെ മട്ടിൽ അങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും വലുതാകുന്നു. ഈ സമയം നമ്മുടെ ഹാഗറോമയ്ക്ക് ശേഷം ഇനി ആരാണ് ഈ ഗ്രാമത്തെ ലീഡറായി ഇരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ആലോചിക്കും. ഇതിനുവേണ്ടി നമ്മുടെ ഇന്ദ്രക്കും അസുരയ്ക്കും ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ കരുതുന്നത് ഇന്ദ്ര ജയിക്കുമെന്നാണ്. എന്തിനെന്ന് പറയാൻ നമ്മുടെ അസുരയ്ക്ക് തന്നെ അറിയാം ഇന്ദ്രയാണ് ജയിക്കുക എന്നത്. അതായത് അസുരയെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മടങ്ങ് ശക്തനാണ് നമ്മുടെ ഇന്ദ്ര. പക്ഷെ എന്നിരുന്നാലും ഹാഗറോമ പറഞ്ഞത് രണ്ടുപേർക്കും ഒരു ടെസ്റ്റ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഹാഗറോമയാണെങ്കിൽ രണ്ടുപേർക്കും ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. അതായത് ഇവർക്ക് മറ്റൊരു വില്ലേജിൽ പോയി അവിടെയുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അങ്ങനെ ഇന്ദ്രയും അസുരയാണെങ്കിൽ ആ ഒരു ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഇന്ദ്രയെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നു. എന്നാൽ നമ്മുടെ അസുര പോകുന്ന വഴിയാണെങ്കിൽ തന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടാകും. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചുനാൾ നടന്ന് ആ ഒരു ഗ്രാമത്തിന്റെ അടുത്ത് എത്താനാവുമ്പോഴേക്കും ആ ഗ്രാമത്തിലുണ്ടായ ആൾക്കാർ കുറച്ചുപേർ വന്ന് ഇവരെ തടയുന്നു. അങ്ങനെ ഇവരെ അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു പെണ്ണ് അവിടെ വീഴുന്നു.
വീഴുന്നു. ആ ഒരു പെണ്ണിന്റെ പേരാണ് കണ്ണ. അതായത് ഈ ഒരു ക്യാരക്ടർ അസുരയുടെ ഫ്യൂച്ചർ വൈഫായിട്ട് വരും. അങ്ങനെ അവൾ ഇഞ്ചേർഡ് ആയത് കണ്ട് അസുരയെ അവൾ ഹീൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പവർ കണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഇവർ നല്ല ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ ഗ്രാമത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നു. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അല്ലേ, പുള്ളിക്കാരിയുടെ അമ്മയ്ക്ക് എന്തോ ഒരു രോഗം ബാധിച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ അസുരയാണെങ്കിൽ തന്റെ ആ ഒരു പവർ വെച്ച് അവരെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ തന്റെ പവർ ആണെങ്കിൽ ഒട്ടും അവിടെ വർക്കാവുന്നുമില്ല. അങ്ങനെ നമ്മുടെ അസുരയാണെങ്കിൽ തൊട്ടടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു രോഗം വന്ന് മരിച്ച ആൾക്കാരുടെ കല്ലറയൊക്കെ കാണുന്നത്. അങ്ങനെ ഇതെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ആ ഒരു ഡിവൈൻ ട്രീയുടെ റൂട്ട് അല്ലെങ്കിൽ ആ ഒരു വേര് ഇവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ വെള്ളത്തിൽ വീണിട്ടാണ് ഉള്ളത്. ആ ഒരു വെള്ളത്തിൽ നിന്നും ആ ഒരു ട്രീയുടെ വേരാണെങ്കിൽ ചാക്ര വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഈ ഒരു വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അസുരക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഗ്രാമത്തലവനോട് പറഞ്ഞ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ മാറിക്കോ, ഈ ഒരു വെള്ളം കുടിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ അസുര പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം വിട്ട് നമുക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല, കാരണം ഈ ഒരു സ്ഥലത്ത് മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വെള്ളമില്ല എന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷമാണ് അസുരയും ആ ഒരു ഫ്രണ്ടും കൂടി ആലോചിച്ച് ആ ഒരു ഡിവൈൻ ട്രീ മുഴുവനായും ഇല്ലാതാക്കിയാലോ എന്ന് പറയുമ്പോൾ മരം മുറിക്കുന്നതിനേക്കാളും നല്ലത് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. ആ രീതിയിലാണ് നമുക്ക് ഹാഗറോമോ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അസുര എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാമത്തിനടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതറിഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാർ ഇവിടെ വന്ന് ഇവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ അസുരക്കുണ്ടായ ഈ പവേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവസാനം അസുരയും ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് അവിടെ കിണർ കുഴിക്കുകയും വെള്ളം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ പ്രോബ്ലം സോൾവ് ആകുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അസുരയാണെങ്കിൽ തിരിച്ച് ഹാഗറോമയുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഹാഗറോമയാണെങ്കിൽ രണ്ടുപേരെയും മുന്നിലിരുത്തി അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഹാഗറോമയോട് പറയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കേട്ട ഹാഗറോമയാണെങ്കിൽ അവസാനം ഒരു തീരുമാനമെടുക്കും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്ദ്രയാണ് ഇവിടെ തിരഞ്ഞെടുക്കുക എന്നാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഹാഗറോമയാണെങ്കിൽ അസുരയെ ഈ ഒരു വില്ലേജിന്റെ ലീഡർ ആക്കിയിട്ട് പ്രഖ്യാപിക്കും. എന്നാൽ ഇത് ഇന്ദ്രയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇന്ദ്രയാണെങ്കിൽ എന്തുകൊണ്ട് ഇവനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹാഗറോമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കിയത്. അവിടെ ഉണ്ടായ ആ ഒരു പ്രശ്നം പരിഹരിച്ചു പോയപ്പോൾ അവിടെയുണ്ടായ ആൾക്കാർ അതിനുവേണ്ടി തമ്മിൽ തല്ലി എല്ലാവരും തന്നെ മരിച്ചുപോയി. എന്നാൽ അസുരയാണെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇതിന്റെ ദേഷ്യത്തിൽ നമ്മുടെ ഇന്ദ്രയാണെങ്കിൽ ആ ഒരു ഗ്രാമം വിട്ട് താൻ പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഇന്ദ്രയുടെ കൂടെ ഉണ്ടായ രണ്ട് ഫ്രണ്ട്സും തന്റെ കൂടെ പോകുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് സെഡ്സു ആണെങ്കിൽ ഇന്ദ്രയെ ഓൾമോസ്റ്റ് ബ്രെയിൻ വാഷ് ചെയ്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാകും. നമ്മുടെ ബ്ലാക്ക് സെഡ്സു ഇന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടെ ഉണ്ടായ ഒരാൾ മരിക്കുന്ന സമയത്ത് നിന്റെ പവർ ഇരട്ടിയാകുമെന്ന്. അങ്ങനെ ഇന്ദ്രയാണെങ്കിൽ തനിക്ക് പവർ ആണ് വലുത് എന്ന് പറഞ്ഞ് തന്റെ ഫ്രണ്ട്സിനെ അങ്ങ് കൊന്നുകളയും. അങ്ങനെ അതോടുകൂടി നമ്മുടെ ഇന്ദ്രയുടെ ഷെറിങ്കൻ മാഗിക്കു ഷെറിങ്കനായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഇന്ദ്ര ആ ഒരു സുസനമൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ അസുരയാണെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ അസുരയേക്കാൾ പവർഫുൾ ആയിട്ടുള്ളത് ഇന്ദ്രയാണ്. അസുരയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുമില്ല. ഇവിടെ നമ്മുടെ അസുരയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസിംഗൻ പോലുള്ള ഒരു വിൻസ്റ്റൈൽ ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് റെസിംഗൻ അല്ല. അങ്ങനെ ഇത് വെച്ച് അസുരയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരാണെങ്കിൽ തന്റെ ചാക്രയാണെങ്കിൽ അസുരയ്ക്ക് ഷെയർ ചെയ്യും. അങ്ങനെ അതിനുശേഷം ആ ഒരു ബുദ്ധ സ്റ്റാച്ചു വെച്ച് അസുര ഇന്ദ്രയെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതോടുകൂടി നമ്മുടെ ഇന്ദ്രയാണെങ്കിൽ ആ ഒരു നാട് വിട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളിന് ശേഷമാണ് ഹാഗറോമ മരിക്കാനായ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ അസുരയോട് പറയും ഒരാഴ്ച മുൻപ് ഇന്ദ്ര ഇവിടെ വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. കൂടാതെ അവൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്റെ അടുത്ത ജന്മത്തിൽ ഞാൻ കൂടുതൽ പവർഫുൾ ആയി എല്ലാം എന്റെ കൺട്രോളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട നമ്മുടെ അസുരയാണെങ്കിൽ ഇന്ദ്ര പുനർജനിക്കുന്നുണ്ടെങ്കിൽ ഞാനും ആ സമയത്ത് പുനർജനിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹാഗറോമം മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷമാണ് അസുരയുടെ വംശത്തിലുണ്ടായ ആ ഒരു ആൾക്കാർ സെഞ്ചു ക്ലാനും ഇന്ദ്രയുടെ വംശത്തിലുണ്ടായ ആൾക്കാർ ഉച്ചിയ ക്ലാനായിട്ട് മാറുകയും ചെയ്യും. അതിനുശേഷം ഇവർക്ക് കാലാകാലങ്ങളായിട്ട് യുദ്ധം നടക്കുകയും ചെയ്യുന്നത്. പിന്നീട് അസുരയുടെ പുനർജന്മമായിട്ട് ആഷുരാമ, അത് കഴിഞ്ഞ് നെറൂട്ടോ, അതുപോലെ ഇന്ദ്രയുടെ പുനർജന്മമായിട്ട് മാദറ, പിന്നീട് സാസുകെ. നെറൂട്ടോയുടെ ഒരു കുട്ടി സ്റ്റോറിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള നെറൂട്ടോ വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.